അനിൽ വാസുദേവ് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. അനിൽ, പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ അനിൽ? ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം 7 മരണം സംഭവിച്ചതായി ചില റിപ്പോർട്ടുകളുണ്ടായി. 26-ലധികം പേർക്ക് പരിക്കേറ്റതായും വരുന്നു. നേരത്തെ ഒരു കുട്ടിയടക്കം 3 പേർ മരിച്ചെന്നായിരുന്നു വന്നിരുന്നത്. പക്ഷേ ആ പരിക്കേറ്റവരിൽ 6 പേരുടെ നില ഗുരുതരമെന്ന റിപ്പോർട്ടുകൾ അപ്പം തന്നെ ഉണ്ടായിരുന്നു. അത് അവർക്കാണോ ജീവൻ നഷ്ടപ്പെട്ടത്, അതോ ഇനി മറ്റാളുകൾ ഈ പരിക്കേറ്റവരിൽ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലാണോ ഇതുണ്ട് എന്ന കാര്യത്തിലൊക്കെ തന്നെ ഇനി ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വേണം. സർക്കാർ സംവിധാനങ്ങളുടെ പേജുകളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ ഇതിനകം അത്തരത്തിലൊരു അറിയിപ്പുകളോ ഒന്നും തന്നെ വന്നിട്ടില്ല. നമുക്ക് വിശ്വസിക്കാവുന്നത് ഇത്തരം സമൂഹ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ആ സ്റ്റേഡിയം പരിസരത്തുണ്ടായിരുന്ന പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തകളെ മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വിശ്വസിക്കാനാവുന്നത്. എന്തായാലും വലിയൊരു നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. മുഖ്യമന്ത്രിയും ഡെപ്യൂട്ടി സിഎമ്മും അടക്കമുള്ള ആളുകൾ നേരിട്ട് നടത്തിയ ഒരു പരിപാടി, ഒരുപക്ഷെ കാലങ്ങൾക്ക് ശേഷം കിട്ടിയ ഒരു കിരീടം അത് തങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന തരത്തിൽ ഏറ്റെടുക്കാനായിരുന്നു കർണാടക സർക്കാരിൻ്റെ, സിദ്ധരാമയ്യ സർക്കാരിൻ്റെ ഒരു ശ്രമം എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. ഈ വിധാൻ സൗദയ്ക്ക് മുമ്പിലേക്ക് ഒക്കെ തന്നെ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രദേശത്തേക്കൊക്കെ തന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് എന്ന തരത്തിൽ ആദ്യം തന്നെ ഒരു വിമർശനം ഉണ്ടായിരുന്നു. പക്ഷേ പോലീസോ ഇല്ലെങ്കിൽ ട്രാഫിക് പോലീസോ അല്ലെങ്കിൽ മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ചതിൻ്റെ ബലം ഇല്ലെങ്കിൽ അതിൻ്റെ പരിണത ബലം എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്കിതിനെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ അവർ തന്നെയാണ് ആദ്യഘട്ടത്തിലെ കുറ്റക്കാർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു ടീമിൻ്റെ വിജയാഘോഷം, അതും കാത്തിരുന്ന് കിട്ടിയ കിരീടം ആഘോഷിക്കുന്നത് ഒട്ടും തന്നെ തെറ്റുള്ള കാര്യമല്ല. പക്ഷേ പ്രഥമ പരിഗണന ആളുകളുടെ ഒരു സുരക്ഷയ്ക്ക് തന്നെയാണ്. നേരത്തെ ഇന്ത്യ ലോകകപ്പ് ജയിച്ചെത്തിയപ്പോൾ മുംബൈ കിരീടം 18 വർഷത്തിന് ശേഷം കിട്ടിയ കിരീട നേട്ടം അതിനെ ആഘോഷമാക്കാനുള്ള ശ്രമത്തിനിടയിലാണ് വലിയൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്ത് തടിച്ചുകൂടിയ ആരാധകർ തിക്കിലും തിരക്കിലും പെട്ട് 7 മരണം എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. 6 പേരുടെ നില ഗുരുതരമാണ് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇത് അവിടെയുള്ള പ്രാദേശിക മാധ്യമങ്ങൾ പങ്കുവെക്കുന്ന വിവരമാണ്. സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന്, പോലീസിന്റെ ഭാഗത്തു നിന്നും മരണസംഖ്യയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നില്ല. കൂടുതൽ പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റഹീസ് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മുഹമ്മദ് റഹീസ്, എന്താണ് പുതുതായി ലഭ്യമാകുന്ന വിവരങ്ങൾ? റഹീസ്, നിലവിൽ 50ഓളം പേർ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് എന്നുള്ളതാണ് ഗുരുതരം. അതിൽ 10 പേർ ഐസിയുവിലാണെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പ്രാദേശിക മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു നിലയ്ക്കും കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള കാണികളാണ്, ആരാധകരാണ് സ്റ്റേഡിയത്തിന് പുറത്ത് തടിച്ചുകൂടിയത്. ഇത് സ്റ്റേഡിയത്തിലേക്കുള്ള എൻട്രിക്കിടയിൽ, അതായത് ഈ ഒരു പ്രത്യേക പരിപാടി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് തീരുമാനിച്ചിരുന്നു. അത് 6 മണിയോടെ സംഘടിപ്പിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. അപ്പോൾ അതിലേക്ക് 5 മണിയോടുകൂടി ഈ ഗേറ്റുകൾ തുറന്നു. ഈ ഗേറ്റുകളെല്ലാം ഒരുമിച്ച് തുറക്കുകയും യാതൊരു തരത്തിലുള്ള നിയന്ത്രണവുമില്ലാതെ ആളുകൾ തള്ളിക്കയറിയതോടുകൂടിയാണ് വലിയ തിക്കും തിരക്കും ഉണ്ടായത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ മരണസംഖ്യ സംബന്ധിച്ച് പേടിപ്പെടുത്തുന്ന പല കണക്കുകളും പുറത്തു വരുന്നുണ്ട്. അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണമില്ലാത്തത് കൊണ്ട് മാത്രമാണ് പങ്കുവയ്ക്കാത്തത്. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം എന്തായാലും ഇവിടെ നിലവിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ പരിപാടി സംബന്ധിച്ചുള്ള നടത്തിപ്പിലും ചില വ്യക്തത കുറവുകളൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഈ താരങ്ങൾക്ക് സ്റ്റേഡിയത്തിലേക്ക് എത്താൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വലിയ ക്രൗഡ് ഇപ്പോൾ തന്നെ അവിടെ ഉണ്ട്. അതുകൊണ്ട് ഏത് തരത്തിലാകും ഇവരെത്തുക, ഇനി ഇവർ ഇവിടെ എത്തുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി അറിയേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒരുപാട് പേരും മരിച്ചവരിൽ കുട്ടികളടക്കമുണ്ട് എന്നുള്ള സങ്കടകരമായിട്ടുള്ള വിവരങ്ങൾ പല മാധ്യമങ്ങളും പങ്കുവെക്കുന്നുണ്ട്. അത്തരത്തിൽ കുഞ്ഞുങ്ങളടക്കം മരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. 7 പേർ എന്നുള്ളതാണ് എല്ലാവരും ഏകീകരിച്ച് നൽകുന്ന ഏതാണ്ട് ഉറപ്പായിട്ടുള്ളൊരു കണക്ക്. അതിൽ 2 സ്ത്രീകൾ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നു. ഒപ്പം തന്നെ ഒരു കുട്ടിയുണ്ട് എന്നുള്ള വിവരമാണ് വരുന്നത്. ഈ 20 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്ന് ഏതാണ്ട് ഏകീകരിച്ച് എല്ലാവരും പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. സ്റ്റേഡിയത്തിന് പുറത്ത് RCBയുടെ വലിയ ആരാധക കൂട്ടമാണ് ഇപ്പോഴും ഉള്ളത്. ഇവരിപ്പോഴും പിരിഞ്ഞു പോകാനൊന്നും തയ്യാറായിട്ടില്ല. നേരത്തെ വിക്ടറി പരേഡുമായി ബന്ധപ്പെട്ട് ഇതേ ആശങ്ക പോലീസ് പങ്കുവെച്ചുകൊണ്ടായിരുന്നു അവർ ഈ വിക്ടറി പരേഡ് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത്. പ്രത്യേകിച്ച് ഈ കാണികളെ ഒരു തരത്തിലും നിയന്ത്രിക്കാൻ കഴിയില്ല. ആദ്യമായി ലഭിക്കുന്ന കിരീടമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ചെന്നൈയും മുംബൈയും ഒക്കെ പോലെ വലിയ ആരാധക പടയുള്ളൊരു ടീമാണ്. ബാംഗ്ലൂരിന് പുറത്തു നിന്നും അധികം ആരാധകർ ഇപ്പോൾ തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്ന് കൃത്യമായി പോലീസ് സംവിധാനം അറിയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളൊക്കെയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിന് ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുകയാണ്. അതിലെന്തായാലും 7 പേരുടെ മരണം ഏതാണ്ട് സ്ഥിരീകരിച്ചു പറയുന്നു. ഒപ്പം തന്നെ 10-ലധികം പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. കുഴഞ്ഞു വീണാണ് അധികം പേരും മരിച്ചിരിക്കുന്നത് എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. സ്ത്രീകളെയും കുട്ടികളെയും അടക്കം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്.